महादेव मनोहर महामन्त्राधिप प्रभो महामाया भगवती प्रिया निन्ने തൊഴുന്നേ महादेव मनोहर महामन्त्राधिप प्रभो महामाया भगवती प्रिया निन्ने തൊഴുന്നേ എരികിൻ പൂവളത്തിലാതിതൾ മാല ധരിച്ചും കൊണ്ടിരിക്കും ശങ്കര പ്രഭോ ഇതാ ഇന്നു തൊഴുന്നേ എരികിൻ പൂവളത്തിലാതിതൾ മാല ധരിച്ചും കൊണ്ടിരിക്കും ശങ്കര പ്രഭോ ഇതാ ഇന്നു തൊഴുന്നേ ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ മഹാശൈലാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്നേ പരന്നിടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്തു പരമഗംഭീരമാകും പരമേശ തൊഴുന്നേ പരന്നിടും പ്രപഞ്ചത്തിൽ പകൽ രാത്രികളെ ചേർത്തു പരമഗംഭീരമാകും പരമേശ തൊഴുന്നേ പാടുത്വമേറിയിടും നല്ല പുലിതോലും മരവൂരി ഉടുത്തണിഞ്ഞിരിക്കുന്നോരു മാകാകാതൊഴുന്നേ ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ മഹാശൈലാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്നേ സഹസ്ര കോടികൾ ചേർന്നു നമ ശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചും കൊണ്ടിരിക്കുമ്പോൾ സഹസ്ര കോടികൾ ചേർന്നു നമ ശിവായ മന്ത്രത്തെ നടക്കൽ നിന്നിതാ കൂപ്പി സ്തുതിച്ചും കൊണ്ടിരിക്കുമ്പോൾ സമസ്താപരാധവും ക്ഷമിച്ചു കൊണ്ടകത്തുള്ളൊരിരുട്ടിനെ അകറ്റുവാൻ ഇതാ ഇന്നു തൊഴുന്നേ സമസ്താപരാധവും ക്ഷമിച്ചു കൊണ്ടകത്തുള്ളൊരിരുട്ടിനെ അകറ്റുവാൻ ഇതാ ഇന്നു തൊഴുന്നേ ഹരേ ദേവ മഹാദേവ സദാശിവ തൊഴുന്നേ മഹാശൈലാധിപ നിന്നെ ഇതാ വാഴ്ത്തി തൊഴുന്നേ മഹാമന്ത്രാധിപ നിന്നെ ഇതാ ഇന്നു തൊഴുന്നേ മഹാമായ ഭഗവതി പ്രിയാ നിന്നെ തൊഴുന്നേ ആലിലയിൽ പള്ളി കൊള്ളും ബാലഗോപാല ബാലഗോപാല ഞങ്ങളെ കാക്കും സുശീല നിൻ കൃപയൊന്നങ്കുരിച്ച സങ്കടങ്ങൾ പോയൊളിക്കും നിൻ കൃപയൊന്നങ്കുരിച്ച സങ്കടങ്ങൾ പോയൊളിക്കും മംഗളമതിൽ പരമിന്നെന്തു മാധവനേ മംഗളമതിൽ പരമിന്നെന്തു മാധവനേ എന്തു മാധവനേ ഇതിൽ പരമെന്തു ശ്രീധരനേ സ്വാമി എന്തു
രഥവും ശ്രീഭൂതനാഥ രക്ഷിച്ചിടുന്നു ഭക്തരാം ഞങ്ങളെ ശാസിച്ചിടുന്നു ബാലരായി കണ്ട് വിശ്വസിച്ചിടാൻ എപ്പോഴും ശാസ്താവ് ശ്രീഭൂതനാഥ അഴകിനോടെ അരികത്തിരിക്കുന്ന അയ്യപ്പ സ്വാമി അയ്യപ്പ പാഹിമാം അടിയങ്ങളിതാണു വണങ്ങുന്നേ ശ്രീഭൂതനാഥ സ്വാമി സ്വാമി ശരണം പൊന്നയ്യപ്പ സ്വാമിയല്ലാതൊരാശ്രയമില്ലിനി സ്വാമി സ്വാമി ശരണം പൊന്നയ്യപ്പ ശ്രീഭൂതനാഥ 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 ആടകൾ വാരിക്കൊണ്ടോടിയ കണ്ണന്റെ ആടകൾ വാരിക്കൊണ്ടോടിയ കണ്ണന്റെ കേളികളെ ചൊല്ലിക്കാട്ടുപാടാം കണ്ണനോടൊത്തൊരു നൃത്തമാടാം കേളികളെ ചൊല്ലിപ്പാട്ടുപാടാം കണ്ണനോടൊത്തൊരു നൃത്തമാടാം കണ്ണനോടൊത്തൊരു നൃത്തമാടാം നമ്മൾ കണ്ണനോടൊത്തൊരു നൃത്തമാടാം അവൻ ഭഗവാന്റെയും അർജുനന്റെയും വസ്ത്രങ്ങൾ ഒരേ സമയം വന്നുകൊണ്ട് മരിച്ചു വീണതിന്റെ ശേഷം ഭഗവാനും അർജുനനും തമ്മിൽ ഓരോരോ വാഗ്വാദങ്ങളെ ചെയ്ത് ആ വനപ്രദേശത്തിങ്കൽ വർത്തിഭൂതം ചെയ്തു. തദനന്തരമാകട്ടെ കാരുണ്യപൂരമൃദുളേന ഹൃദാകിരാതോ രോഷാതിരേകകലുഷേണ ച ബന്ധുസൂനു അല്പം മഹാന്തമപി വിക്രമമാജധാനൗ ആദേന ദുശ്ചിരതരം സമരം സമാനം കിരാത പാണ്ഡുസൂനു സമരം ആദേന കിരാതനും പാണ്ഡുസൂനുവും തമ്മില് സമരം ചെയ്യുവാനായിക്കൊണ്ട് ആരംഭിച്ചു. സമരം
എന്ന് മനസ്സിൽ തോന്നിയ എന്താ ചെയ്യാ അത് കിട്ടണ ആരെയും പ്രയത്നിക്കും അല്ലേ? എത്ര കഠിനായിക്കോട്ടെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രയത്നിച്ച് ഇടയ്ക്ക് വെച്ച് ഭഗവാൻ ഇത്രയായിട്ടും പ്രസാദിക്കുന്നില്ലവരൊക്കെ ചൂട് കുറവാന്നാണ് പറയുക. ഇതും എങ്ങനെയല്ലല്ലോ, ചൂട് ഇങ്ങനെ കൂടി വരികയാണല്ലോ. തന്നെയാ അതിന്റെ അടിയെ പോയിരിക്കവിടെ ചൂട് കൂടുതലായോണ്ടെങ്കിയാണ്, വേറൊന്നുമല്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഭാഗങ്ങളിലേക്ക് മാറി നിൽക്കുന്നത്. എന്താ ഇപ്പൊ ഇങ്ങനെ ചൂട് വർദ്ധിക്കാൻ കാരണം എന്ന് അന്വേഷിക്കണ്ടേ? അന്വേഷിക്കാൻ മോഹമായിട്ട് പുറപ്പെടുകയും ചൂട് കൂടിയത് എന്താണെന്ന് അന്വേഷിക്കാൻ പറ്റിയ തന്നെയാണ്. കണ്ടാൽ തന്നെ ശശിമാരുടെ ഒരു സമ്മേളനം കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ഇപ്പോഴേ. ഇവിടെ എല്ലാട്ടോ കുറച്ചങ്ങോട്ട് വടക്കോട്ട് പോയിട്ടേ വല്ലാത്ത വടക്കുന്നുള്ള കുറെ ഇങ്ങോട്ട് വരികയുണ്ടായിട്ടുണ്ട്. നിരവധി മഹർഷിമാരും സന്യാസിമാരൊക്കെ കൂടിയിട്ട് അവര് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. ഇതുപോലെ യാത്ര ചെയ്യാൻ പുറപ്പെട്ട അധികാരികളൊന്നും ചെന്നെത്തിയാന്ന് കേൾക്കുന്നുണ്ട്. അപ്പോ അർജുനൻ ഈ തപസ് വേണ്ടാച്ചു പോയാലോ? അല്ലേ ഇതിന്റെ ഇടയിൽ ചാടി പോവാ പറഞ്ഞാൽ ഇടയ്ക്കേട് തോന്നുന്നുണ്ടാക്കി വേണ്ടാക്കിയത് അവരെ ചാടിപ്പോകും. അതിനെതിരെ കയറി ചാടിപ്പോകുന്നത്. ഇങ്ങനെ ഇടയിൽ വെച്ച് വേണ്ടാക്കിയ ഇതിനാ പോലും തോന്നൽ പറഞ്ഞാൽ അതിനായിട്ട് ഒരു കാലം എങ്ങനെ പറഞ്ഞതാണല്ലോ. അദ്ദേഹം പറഞ്ഞ പോലെ ചെയ്യാൻ വേഗം നമുക്കുമാരൊക്കെ ഭഗവാനെ തൊട്ട് പോയി മടങ്ങിപ്പോയപ്പോ ദേവി ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നു. ഇന്ന സമയത്ത് പോകണമെന്ന് വിചാരിച്ചാൽ കുറച്ച് നേരത്തെ കാലം കൂട്ടി തീരുമാനിച്ചത് ഈ അലങ്കാരം കഴിയാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പോ പലതരത്തിലുള്ള അലങ്കാരക്കാരുണ്ടാവും. അങ്ങനെ വേണം ഇങ്ങനെ വേണം, കിടിതിരിഞ്ഞ് നോക്കും മുകളിലേക്ക് നോക്കും കിഴപ്പോട്ട് നോക്കും, അങ്ങനെ ചെയ്യും. ഇങ്ങനെയാണ് അലങ്കാരം. ഇപ്പോ വല്ലാണ്ട് നേരം വൈകിയാൽ ഭഗവാൻ പോയി വരും. അതുകൊണ്ട് എന്തായാലും അലങ്കാരങ്ങൾ വേഗം നിൽക്കാം. ദേവി വേഗം നൽകി അത് കഴിഞ്ഞു പുറത്തൊക്കെ നോക്കൂ, വേഗാഭരണങ്ങൾ തിരിച്ചു. അങ്ങനെ ഒന്ന് വേഗത്തിൽ അലങ്കരിച്ച് ദേവി വേഗം ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് ഭഗവാൻ സാധാരണ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഭഗവാൻ ഇരിക്കുന്ന സിംഹാസനത്തിൽ അവിടെ അടുത്ത് ചെന്ന് നോക്കുമ്പോ കാണുന്നത് എന്താ? ഭഗവാൻ എല്ലാം കാണണേ. പിന്നെയോ ഒരു പാപ്പാവന്റെ വരവുണ്ടല്ലോ. കുശലിന്റെ അവിടെ സിംഹാസനത്തിൽ കയറി നിൽക്കണേ. കൊള്ളരുതാത്തവനെ ഭഗവാന്റെ സിംഹാസനത്തിൽ കയറി നിൽക്കുക. അങ്ങനെ ഒരു മഴ പെയ്ത് ആ മഴ പെയ്യണ പോലെ അങ്ങോട്ട് പ്രയോഗിച്ച തുള്ളിക്കൊരു കുടം പോലെ മഴ ഉണ്ട്. അതുപോലെയാണ് പുഷ്പങ്ങൾ അങ്ങോട്ട് മൂടി. ദേവി നോക്കുമ്പോ ഭഗവാനെ കാണാൻ അവിടെ വലിയൊരു മലയാ കാണണേ. പൂവിന്റെ ഒരു മല, പൂമല. അതിഗംഭീരായിട്ട് ഭഗവാനെ കാണാനല്ലോ. ഭഗവാനെ അങ്ങ് എവിടെ ഭഗവാനെ? മതി, ഞാൻ ഈ മലയുടെ ഈ പൂവിന്റെ ഉള്ളിലാ. പൂമലയുടെ പൂങ്കുന്നിന്റെ ഉള്ളിലാ. ഭഗവാൻ മുഖത്തു നിന്നൊക്കെ പൂവ് മാറ്റണേ. എന്താണല്ലേ? ഭഗവാനാണ്, സംഹാരമൂർത്തിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പൂവുകൊണ്ടങ്ങോട്ട് മൂടി കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, കേൾക്കാൻ പറ്റില്ല, മിണ്ടാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, മുളയ്ക്ക് നോക്കാൻ പറ്റില്ല, കീഴ്പോട്ട് നോക്കാൻ പറ്റില്ല, ഇതൊക്കെ കഴിക്കാം. ശ്വാസം എടുക്കാൻ പറ്റില്ല ഭഗവാന്. സംഹാരമൂർത്തിയായിട്ട് ശ്വസിക്കേണ്ടതില്ലല്ലോ. ശ്വാസം എടുക്കാൻ പറ്റാണ്ടായി കഴിഞ്ഞാൽ മാത്രല്ല പൂവാണ്. ഈ പൂവിലെ പലതുമില്ലേ, ഇവിടെ മുഖത്തൊക്കെ വന്നു. ചില പൂവൊക്കെ മൂക്കിന്റെ ഉള്ളിൽ ജലദോഷം, പൂമ്പൊടി ഉള്ളിൽ കയറിയ ജലദോഷം ഉണ്ടാവുകയെ. അപ്പോ ഇങ്ങനെ ഭഗവാന് പൂവുകൊണ്ടങ്ങോട്ട് മൂടിയിട്ടില്ലേ.